ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ മിനി തവ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഓവനിലും ഒന്നും വയ്ക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള പിസ്സയാണ്. അത് ഫ്രൈങ് പാനിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെജിറ്റേറിയൻ പിസ്സയാണ്, ചിക്കൻ പിസ്സയല്ല. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മൈദമാവ് വേണം. അപ്പോൾ മൈദമാവിൽ കുറച്ച് ഉപ്പ്, അതുപോലെ ഉപ്പിട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് കട്ട കിട്ടാതെ നമ്മളൊന്ന് ഞെരടിയെടുക്കില്ലേ, അത് കുറച്ച് ഈസ്റ്റ്, പിന്നെ കുറച്ചൊരു ഒലിവെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കയ്യും കൊണ്ട് കട്ട കെട്ടാതെ നല്ലതുപോലെ ആക്കി സ്മൂത്താക്കി എടുക്കുക. കുറച്ച് പൊടി, അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ എന്ന പോലെ, അതിലും സോഫ്റ്റ് ആക്കണം കേട്ടോ. മാവ് പോലെ ഇല്ലാതെ അത് കണ്ടോ, നമ്മൾ നല്ലതുപോലെ കൈയും കൊണ്ട് അമർത്തി കുഴച്ചെടുക്കണം. എന്നിട്ട് നല്ല സോഫ്റ്റാക്കി കിട്ടണം. നല്ലതുപോലെ ഉരുട്ടി വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ല ഉണ്ടാവും, നമ്മൾ തൊട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇനി ആ സോഫ്റ്റ് ആയതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം, ഞാനിപ്പോൾ ഒരു മണിക്കൂർ 1.5-2 മണിക്കൂറോളം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ട നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ടാവും. അത് ഒന്നും കൂടി നമ്മൾ നല്ലതുപോലെ കുഴച്ച് കൊടുക്കണം. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് അപ്പോഴേ പിസ്സ നല്ല ഭംഗിയിൽ അല്ലെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലപോലെ 2 പ്രാവശ്യം കൈ കൊണ്ടൊക്കെ നല്ലതുപോലെ ഒന്നും കൂടി കുഴച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടി ഒരു അരമണിക്കൂറും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്ത മാവ് നമ്മൾ ഒന്നും കൂടി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് കൈയും കൊണ്ട് ഒന്നും കൂടി നല്ലതുപോലെ സോഫ്റ്റ് ആവണ വരെ ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പം നല്ല പതുപതുകൊന്നും പോലെ കിട്ടും. അങ്ങനെ നല്ല സോഫ്റ്റായതിനു ശേഷം അത് 2 പാർട്ടാക്കി എടുക്കണേ. 2 പാർട്ടാക്കിയിട്ട് ആ മിഡിൽ 2 ആക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഒരു ഭാഗം നമ്മളെടുത്ത് നല്ലതുപോലെ ഇതേപോലെ ഒന്നും കൂടി കുഴച്ചിട്ട് അത് നമ്മൾ പരത്തിയെടുക്കണം. നല്ലതുപോലെ പരത്തിയെടുക്കണേ. എന്നിട്ട് ഞാനിവിടെ മൈദമാവ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അത് പൊടിയിട്ടിട്ട് നല്ലതുപോലെ നല്ല നീളത്തിൽ നമ്മൾ നല്ല അത്യാവശ്യം നല്ലതിൽ പരത്തിയെടുത്തതിന് ശേഷം ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു വട്ടം നമുക്ക് മിനി തവ പിസ്സയുടെ റൗണ്ട് കിട്ടണമല്ലോ, ആ റൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ റൗണ്ട് ഷേപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ. ഞാൻ പക്ഷേ അതാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ ഗ്ലാസ് വെച്ചിട്ട് തന്നെ റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. വല്ലാതെ തിക്ക് പാടില്ല കേട്ടോ, ഒരു മീഡിയം ഇതിൽ നമുക്ക് പാടുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് മാറ്റി വെച്ചു. എല്ലാതും കുറേ പീസുകൾ കിട്ടിയിട്ടുണ്ട് അതിൽ. എന്നിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ തടവിയിട്ട് ഈ എടുത്ത റൗണ്ട് ഷേപ്പിലുള്ള പിസ്സയുടെ അത് നമ്മൾ ഇതിലിട്ടിട്ട് നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് എടുക്കണം. ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ എടുക്കണം. 2 സൈഡും ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ഒരു ഇത്തിരി, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉള്ളിൽ മൈദ ചെയ്ത് കാരണം ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് സമയം. എന്നിട്ട് അതിൽ നമ്മൾ സോസുകൾ, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പിസ്സ സോസാണ് കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ പിസ്സ സോസാണ്, ചില്ലി എല്ലാം ഇട്ടിട്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഡെക്കറേഷൻ ചെയ്യാൻ ഞാനിവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ക്യാപ്സിക്കം പലതരത്തിലുള്ള ക്യാപ്സിക്കം, റെഡ്, ഓറഞ്ച്, അതുപോലെ മഞ്ഞ, നമുക്കിഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ വെജ് പിസ്സ ചെയ്ത് കാരണം എൻ്റെ കയ്യിൽ അതാണ് ഉണ്ടായിരുന്നത്. അത് കാരണമാണ് ഞാനത് ഉപയോഗിച്ചത്. മഷ്റൂം ഉപയോഗിക്കാം, പനീർ ഉപയോഗിക്കാം, അതിൻ്റെ മുകളിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അത് ഉപയോഗിച്ചത് ഇത് മാത്രമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചില്ലി, നമ്മുടെ ഹോൾ ചില്ലി, റെഡ് ഹോൾ ചില്ലി, അത് ഞാൻ കുറച്ച് മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതും പെപ്പർ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ്, സാധാരണ നമ്മളിടുന്ന പോലെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒറിഗാനോ അതിൻ്റെ മസ്റ്റാണ്, കാരണം എന്നാലേ അതിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. പിസ്സയുടെ ഫ്ലേവർ വേണമെങ്കിൽ ഒറിഗാനോ വേണം, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം ഈ പിസ്സ ആ ഫ്രൈ പാനിൽ വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് സ്ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് അടച്ചൊന്നും വെക്കണം, ആ മൂടി വെച്ചിട്ട് അടച്ച് വെക്കണം. അപ്പോൾ കണ്ടോ ആ ചീസെല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ പിന്നെ ഒറിഗാനോ അതുപോലെ ചില്ലി ഫ്ലേക്സ് എല്ലാം നമുക്കൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കുമല്ലോ, അത് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടിപൊളി പിസ്സ റെഡി ആയിട്ടില്ലേ നമുക്ക്. ഇനി അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ മസ്റ്റ് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, ബൈ.